ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ മാമ്പഴ പുളിശ്ശേരിയാണ്. ഇത് വളരെ രുചികരമായ രീതിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ രുചികരമായ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനായി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നാട്ടുമാങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പഴുത്ത നാട്ടുമാങ്ങയാണ്. ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, കറിക്ക് ആവശ്യമായ ഉപ്പ്, വെള്ളം ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ശർക്കരയാണ്. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. ചില ഭാഗങ്ങളിൽ നമ്മൾ ഈ കറിയിൽ ശർക്കര ചേർക്കില്ല. ഇപ്പം നമ്മുടെ ശർക്കര ചേർത്ത ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഈ കറിയിലേക്ക് നമുക്ക് അരപ്പിനായി ഒരു മുറി തേങ്ങ, അതിലേക്ക് അല്പം ജീരകം, ഒരു പച്ചമുളക് ചേർത്ത് നല്ലപോലെ ഫൈനായി അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ചേർക്കാൻ പോകുന്നത് തൈരാണ്. ഈ തൈര് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത ആ സമയം മുതൽ നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ തൈര് ഈ കറിയിൽ ഒഴിക്കുന്ന സമയത്ത് പുളി കാരണം തൈര് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കറി തിളയ്ക്കും വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കറി തിളയ്ക്കും വരെ തൈര് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം നമ്മുടെ കറി ഏറെക്കുറെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ, ജീരകം, പച്ചമുളകിൻ്റെ കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലപോലെ ഇളക്കണം. നമ്മൾ ഇളക്കിയില്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഇത് കറി തിളയ്ക്കും വരെ നല്ലപോലെ ഇളക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട താളിപ്പ് ചേർത്ത് കൊടുക്കുക. അതിനായി ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഉലുവയാണ്. ഉലുവയും നല്ലപോലെ പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല, ഉണക്കമുളക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഉലുവ വറുത്ത് പൊടിച്ചാൽ മാത്രമാണ് ഇതിലേക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ച ശേഷം നമ്മൾ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കുറച്ച് നേരം വെക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ എല്ലാ ഫ്ലേവറും ഈ കറിയിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക,